ഗുഡ് ഡേ, നമസ്കാരം, അസ്സലാമു അലൈക്കും. മക്കൾ ഇഷ്ടമില്ലാത്ത ആരല്ല ഈ കൂട്ടത്തിൽ ഉണ്ടാവുക? പ്രത്യേകിച്ച് അതൊരു 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ കളിപ്പിക്കുക, ദേഷ്യം പിടിപ്പിക്കുക വല്ലാത്തൊരു രസമുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഇടയ്ക്കൊക്കെ ഈ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ സ്നേഹത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കഥ കേൾക്കാം. ഈ ഒരു ഉമ്മയുടെ കഴുത്തറുത്തിട്ട്, അതും കഴുത്തറുത്ത് പോകുന്ന സമയത്ത് ആ കുട്ടി ഒന്ന് വീഴാൻ പോകും. കഴുത്തറുത്തപ്പെട്ട ഉമ്മ പറയുന്നൊരു കാര്യമുണ്ട്, മോനെ ഒന്ന് ശ്രദ്ധിക്കേ, വീഴല്ലേ എന്നുള്ളത്. അത്ര കണ്ട് സ്നേഹ നമുക്ക് നമ്മുടെ മക്കളോട്. ചില ആളുകൾക്ക് മക്കളൊരു അഭിമാന, ചില ആളുകൾക്ക് മക്കളൊരു അന്തസ്സ, ചില ആളുകൾക്ക് മക്കൾ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു സ്നേഹം മാത്രം മക്കൾ. ഇതില് ഇല്ലാതെ പോയിട്ടുള്ള 2 ടൈപ്പ് ഓഫ് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒന്ന്, വിവാഹം കഴിഞ്ഞ് കാലങ്ങളായിട്ട് ഒരു പിഞ്ചു കാലിന് വേണ്ടിയിട്ട്, പിഞ്ചു കുഞ്ഞിന് വേണ്ടിയിട്ട്, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകൾ. ദൈവം അവർക്ക് ഏറ്റവും നല്ല കുട്ടികൾ കൊടുക്കട്ടെ. രണ്ടാമത്തെ കുറച്ച് ആളുകളുണ്ട്, പ്രത്യേകിച്ച് എന്റെ സഹോദരന്മാർ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹോദരന്മാര്, പ്രവാസികൾ. മക്കളൊക്കെ ജനിച്ചിട്ടുണ്ടാവും, പേരും ഇട്ടിട്ടുണ്ടാവും, വളർന്നു വരുന്നുണ്ടാവും. പക്ഷെ കാണാൻ പറ്റുന്നത് ഒന്നും കയ്യമ്മൂലൂടെ അല്ല വാട്സപ്പിലൂടെ. ഒന്ന് നേരിട്ട് പോയി ഒന്ന് ചേർത്ത് പിടിക്കാന്, ആ ഒരു പിഞ്ചു കവളിലൊരു നല്ലൊരു ഉമ്മ കൊടുക്കാന് ഒന്നും പറ്റൂല ഇവർക്ക്. കാരണം ഇവര് പാവങ്ങൾ ഇങ്ങനെ എന്താ ഓട്ടത്തിലാണ് ഈ മക്കളെ നോക്കാന്, അവരുടെ ഉമ്മയ്ക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാന്, ഭാര്യമാരെ കൃത്യമായി സംരക്ഷിക്കാന് ഓട്ടത്തിലാണ് അവർ. ഇത്തരത്തിലുള്ള ഒരു പ്രവാസിയുടെ കഥയാണ്, നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരന്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. പാലരി പാറക്കടവ് മഹലിൽ ജീവിക്കുന്ന ഒരു യുവാവ്. വളരെ ചെറുപ്പകാലത്ത് ഉമ്മ മരിച്ച് എത്തിയമായ ആ യുവാവ് ഒരിക്കലും ഒരു വലിയ ഫാമിലിയിലോ അല്ലെങ്കിൽ വല്ലാത്തൊരു സമ്പന്ന കുടുംബത്തിലോ ഉള്ളല്ല, സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെ ചെറുപ്പകാലത്ത് തന്നെ എത്തിയുമായി ജീവിച്ചു, വളർന്നു വന്ന് ഒരു പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ടായി. സുന്ദരനായിട്ടുള്ള ഒരു ആൺകുട്ടി. ഇന്ന് 4ാം ക്ലാസ് പഠിക്കുകയാണ്, 9 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോ കുട്ടി ഇങ്ങനെ താലോലിക്കും, കുട്ടി സ്നേഹിക്കും, കുട്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കും. അതൊക്കെ ഇങ്ങനെ ആയി തുടങ്ങി. ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പോ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. എന്റെ ഭാര്യ, എന്റെ 2-3 മക്കള്, എന്റെ വീട്. അപ്പൊ പിന്നെ അതിനു വേണ്ടിട്ട് ഒരു പർദീസ ഉണ്ട്, ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു പർദീസ. ഗൾഫ്, GCC. പറന്നു അദ്ദേഹം ഗൾഫിലേക്ക് പ്രവാസികളിലുള്ള ഒരു പ്രവാസിയായിട്ട് മാറി. സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, സുന്ദരമായിട്ട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ അധ്വാനിച്ച് അവർക്ക് 2ാമതൊരു കുട്ടി ജനിച്ചു. വളരെ സന്തോഷം. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്ന് സന്തോഷമായിട്ട് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുക, എന്റെ ജീവിതങ്ങൾ വളരെ നേരിട്ട് വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്റെ വീടുമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ആവറേജ് ജോലിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കും ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിംഗ് അദ്ദേഹത്തിനും കൊടുത്തു. ചില ആളുകൾക്ക് അത് ദാരിദ്ര്യം കൊണ്ട് ടെസ്റ്റ് ചെയ്യും, ചില ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യും, ചില ആളുകൾക്ക് പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യും, ചില ആളുകൾക്ക് അംഗവൈകല്യം കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. ഇദ്ദേഹത്തിന് ടെസ്റ്റ് കൊടുത്തത് അദ്ദേഹത്തിന് 2ാമത് ജനിച്ച ആ പിഞ്ചു മോന്റെ ശരീരത്തിലൂടെ ജനിച്ച പാടത്തൊരു അസുഖം. അങ്ങനെ എല്ലാവരുടെയും കൊണ്ടുപോയി കാണിക്കാൻ തുടങ്ങി, എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയി കാണിക്കാൻ തുടങ്ങി. പക്ഷെ എന്താ അസുഖം എന്ന് കണ്ടെത്താൻ പറ്റിയില്ല. ദിവസം 10 കഴിഞ്ഞ് കണ്ടെത്താൻ പറ്റിയില്ല, 20 കഴിഞ്ഞ് കണ്ടെത്താൻ പറ്റിയില്ല, 30 കഴിഞ്ഞപ്പം കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ 40 ദിവസം പൂർത്തിയായി. ലൈക്ക് ആ പിഞ്ചുമോന് ആ കുടുംബത്തിൽ നിന്നിട്ട് പോയി ദൈവത്തിന്റെ അടുത്തേക്ക്. അവർക്കൊരു ഉപകാരപ്പെടുന്ന, അടുത്ത ലോകത്തിൽ ഉപകാരപ്പെടുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടിയെ മാറ്റട്ടെ. അങ്ങനെ അതിന്റെ ഇതൊക്കെ പറയുമ്പം ഇടയ്ക്കൊരു സങ്കടം തോന്നാന്ന് പറയുന്നത്, ഈ മക്കളെ കാത്തിരിക്കുന്ന കുറെ ദമ്പതിമാരെ കാണാനായിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ മരിക്കാന്നൊക്കെ പറയുമ്പോൾ വലിയ അടങ്ങാറാണ്. അങ്ങനെ ക്ഷമ വേണം ജീവിതത്തില്, പ്രയാസങ്ങൾ നേരിടാനുള്ള ശക്തി വേണം. അങ്ങനെ ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ആരെയും കുറ്റം പറഞ്ഞില്ല, ആരോടും ബുദ്ധിമുട്ട് പറയാൻ പോയില്ല, ആരോടും സങ്കടം പറയാൻ പോയില്ല. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പുതിയ നല്ലൊരു മോളാക്കുട്ടി, ഒരു നല്ലൊരു കുട്ടി അവർക്ക് സന്തോഷ വാർത്തയുമായിട്ട് ഈ അടുത്ത് ജനിച്ചു. ഒരു 9 മാസം തന്നെ ഐഷ റിസ്വ കുട്ടി. മാഷാഅല്ലാഹ്, ഗോഡ് ഗ്രേസ്, ദൈവത്തിന് നന്ദി. നല്ല മുഖത്തെളിച്ചമുള്ള ഒരു കുട്ടി, ഒരു പുഞ്ചിരിയായിട്ടുള്ള ഒരു കുട്ടി. കുട്ടി ജനിച്ചു, വീട്ടിലൊക്കെ സന്തോഷമായിട്ട് അവരുടെ ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ടത്തെ
കാണിച്ച എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ കുട്ടിയെ കാണിക്കുന്നു. വീടിന്റെ സ്വപ്നം വിട്ടുപോയി ആ മനുഷ്യൻ. ഉണ്ടാക്കുന്ന പൈസയൊക്കെ വീട്ടിലേക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. നോക്ക്, വേഗം ചികിത്സിക്കുക, എനിക്ക് എന്റെ മോള് വേണം. എന്റെ മോനെ പിരിഞ്ഞു പോയതിന്റെ സങ്കടം വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എന്റെ മോള് വേണം. പെട്ടെന്ന് തന്നെ ചികിത്സിക്കാനുള്ള പരിപാടി നോക്ക്. എല്ലാവരെയും കൊണ്ടുപോയി കാണിച്ചു, കാലിക്കറ്റ് എല്ലാ ഹോസ്പിറ്റലുകളിലും. അവസാനം കഴിഞ്ഞൊരു 9 ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ കാരണം കണ്ടെത്തി. അവരെഴുതി മെഡിക്കൽ കോളേജിൽ നിന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയുടെ മജ്ജ മാറ്റിവെക്കണം. മജ്ജ മാറ്റിവെക്കലില്ല, ആയിക്കോട്ടെ. ആ മനുഷ്യനും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ലേ, എന്താ ഈ വലിയ ഓപ്പറേഷനാണോ ചെറിയ ഓപ്പറേഷനാണോ, ആയിക്കോട്ടെ. പക്ഷെ അറിഞ്ഞ തുക കേട്ടപ്പോ ആ മനുഷ്യൻ തളർന്നുപോയി. കാരണം അദ്ദേഹത്തിന്റെ സ്വപ്നാണ് വീട്. ആ വീടിനേക്കാൾ ഇരട്ടി വരും ആ പൈസ, 15 ലക്ഷം രൂപ. അതോ 10-15 ദിവസത്തിനുള്ളിൽ എത്തിക്കണം. പക്ഷെ മനുഷ്യൻ തളർന്നു പോയില്ല, പ്രാർത്ഥിച്ചു പിടിച്ചു. ഇത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് ഇപ്പം വയ്യ. അങ്ങനെ ഓപ്പറേഷൻ മാറ്റിവെച്ചു. ഇത് അദ്ദേഹത്തിന്റെ മഹലാണ്. ഇതിൽ നന്മയുള്ള, ഉള്ളിൽ മനുഷ്യത്വം മരവിച്ചു പോവാത്ത ഒരു പറ്റ ആളുകൾ അവരും അപ്പുറത്തുള്ള മഹലൊക്കെ കൂടാൻ തുടങ്ങി. സംസാരിച്ച് ചർച്ചകൾ ചെയ്ത് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കണം നമുക്ക്. 5 ദിവസം കൊണ്ട് അവരെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ ആ നാട്ടിലെയും ആ നാട്ടിലുള്ള പ്രവാസികളും തമ്മിൽ കൂടിയിട്ട് ഉണ്ടാക്കി. ഒരു 5 ലക്ഷം രൂപ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഓപ്പറേഷൻ തുടങ്ങാനുള്ള പരിപാടി നോക്ക്, അതിനുള്ള ഡേറ്റ് എടുത്തു എന്ന് പറഞ്ഞു. ഡേറ്റ് ഇപ്പൊ 1-2 ദിവസം കൊണ്ട് ഡേറ്റ് കിട്ടും. ഏത് ദിവസം ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ളത്. അന്ന് വേണ്ടത് 10 ലക്ഷം രൂപ. ഇനി അവിടെയുള്ള 3 മാസം അവരെ അവിടെ നിൽക്കണം. അതിന്റെ ചെലവിലായിട്ട് 10-12 ലക്ഷം രൂപ ഫാമിലിക്ക് വേണം. നമ്മുടെ മുന്നിലുള്ളത് 10 ദിവസം. ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇടക്ക് മനുഷ്യനെ വല്ലാണ്ട് കണ്ട് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ വിഷയം മുന്നേ വാട്സപ്പിൽ അറിഞ്ഞു, വിട്ടുപോയി. കാരണം ഒരുപാട് ആളുകൾ ഇന്ന് പുറകിലുണ്ട് എന്ന് വിചാരിച്ചു. ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇന്നലെ കനീബ് എന്ന് പറയുന്ന കുറ്റ്യാടിയിലുള്ള ഞാൻ ഭാഗമായിട്ടുള്ള ഒരു ട്രസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു, സാബത്തെ, നിനക്ക് വേണ്ടത് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ഫേസ്ബുക്കിലിട്ട് ഒരു 5000 ആ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ, ഒരു 10,000 റുപ്യ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ എത്തിക്കോട്ടെ, ഈ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് ഇന്നലെ കുട്ടിയുടെ ഫോട്ടോ കിട്ടി. ഞാൻ അതിങ്ങനെ സൂം ചെയ്തു എന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ആ കുട്ടിയുടെ ഫോട്ടോ ഞാനിടും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു മഹൽ കമ്മിറ്റിയുടെ ലെറ്ററും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഞാൻ അതിലേക്ക് ഇടും. ആ കുട്ടിയുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്തതാണ്. ഞാൻ ആ ഉപ്പയെ ഞാൻ കാണിക്കുന്നില്ല. ഉപ്പ എടുത്തു നിൽക്കുന്ന ഫോട്ടോ ഉപ്പ വേണ്ട. കാരണം എന്ന് പറയുന്നത് അയാൾക്ക് അഭിമാനമുണ്ട്, അദ്ദേഹത്തിന് അഭിമാനമുണ്ട്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കും, ആടത്തോടെ എടുത്തു കൊടുക്കുന്ന, എടുത്തിട്ട് എന്റെ മോളെ രക്ഷിക്കുന്നു പറയും. പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ നിൽക്കില്ല. ആ കുട്ടിയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ, ചെറിയ മോള, എന്നിട്ട് കുഴപ്പമില്ല എന്നുള്ള തോന്നിയുണ്ട് ആ കുട്ടിയുടെ ഫോട്ടോ ഞാൻ. ഫോട്ടോ നോക്കിയപ്പോ ഒരുപാട് ദൂരത്ത് നിന്ന് ചെന്നൈയിൽ വിളിച്ച് പറയുന്ന പോലെ തോന്നുക, നീഡ് ഹെൽപ്പ്, ആവശ്യമുണ്ട് എനിക്ക്. എന്നെ ഹെൽപ്പല്ല, സോറി, ആ വീട് തെറ്റിപ്പോയിട്ട് എന്റെ അർഹത എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന എന്റെ അർഹതയെ എനിക്ക് ആവശ്യമുണ്ട്, അതിനെത്തിച്ചേരാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു ചോദ്യം. ഇത് കാണുന്ന ആളുകളോട് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് പറ്റി നിനക്ക് വരില്ല. ഈ അടുത്ത് ഞാൻ വേറെ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. അമാനു എന്ന് പറയുന്ന കുട്ടിക്ക്, കേരളത്തിലെ തന്നെ വലിയ ഒരു പണക്കാരൻ, ഒരു പൗര പ്രമുഖൻ, അദ്ദേഹത്തിന്റെ സന്മനസ് ഒരുപാട് നല്ലതാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡൊണേഷൻ ഞാൻ കണ്ടു. ഇത് അവരിലേക്കൊന്നും എത്തുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾ 1/3 ചെയ്താൽ മതി. ഈ കേൾക്കുന്ന ആളുകൾ 1/3 ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനത്തിന് നമുക്ക് അവസാനം കണ്ടെത്താൻ പറ്റും. ഇത് കേൾക്കുന്നത് ഒരു കോടീശ്വരനാണെങ്കിൽ അവരുടെ കോടിയിൽ നിന്നൊരു ഇച്ചിരി ഭാഗം ഒന്ന് മാറ്റി വെച്ചാൽ മതിയാവും. ഇത് കേൾക്കുന്നത് 10,000 ഉള്ളവനാണെങ്കിൽ ഒരു 10,000 വേഗം, കാരണം നമുക്ക് 10 ദിവസമുണ്ട്. ഞാൻ ഇതിന്റെ ഈ ഒരു വീഡിയോന്റെ കൂടെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എൻഡിംഗ് ഡേറ്റ് കൊടുക്കും. അതിനുശേഷം ഈ പൈസ ഇട്ടിട്ട് കാര്യമില്ല, അത് വേണ്ട. പക്ഷെ 10,000 എടുത്തു കൊടുക്കാൻ പറ്റണം. കാരണം എന്താ, ആ കുട്ടിയുടെ അർഹതയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ആ കുട്ടിയിലേക്കുള്ള അർഹത കൊടുക്കൽ മാത്രം. ഒരുപാട് ദാനധർമ്മങ്ങൾ നിങ്ങൾ ഈ മാസങ്ങളിലേക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും കുറവല്ല കേട്ടോ. ഒന്നാമത് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ 2 നിങ്ങൾ കൊടുക്കുക. 2 എല്ലാം തോന്നുകയാണ് നിങ്ങൾക്ക്. ഇതെടുത്തിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങുക. വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്കറിയാവുന്ന സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് മൊത്തം ഷെയർ ചെയ്യുക. കാരണം അറിയുന്ന ഒരാളിലേക്ക് ഇതെത്തിയിട്ട് ചില ആളുടെ, നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകളുടെ ദിവസത്തിന്റെ
ടേൺ ഓവറിന്റെ 10-1 100-1 ആയിരിക്കും പൈസ എടുത്തു കൊടുത്ത് തീർക്കാൻ പറ്റുന്ന പ്രശ്നം ഇതുണ്ടാവുള്ളൂ. അവർക്ക് മനസ്സങ്ങോട്ട് തോന്നി കിട്ടിയാൽ മതി, അല്ല അവർക്ക് ഈ മെസ്സേജ് അങ്ങോട്ട് കിട്ടിയാൽ മതി. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ട, അത് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, നിങ്ങൾ കൂട്ടുകാരൻ്റെ ഇരുന്ന് ഇത് കേൾക്കുന്നേ, ഈ ഒരു വീഡിയോ കേൾക്കുന്നെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മൂന്നാമതൊരു ചാൻസ് അവിടെ ഉണ്ട്. ആ ചാൻസ് എന്ന് പറയുന്നത് ഉള്ളറിഞ്ഞിട്ടുള്ള എന്റെ മോളാ റിസ്വ, അത് രക്ഷപ്പെടണോ? അതിനുള്ള വഴി എങ്ങനെങ്കിലും കണ്ടെത്തി കൊടുക്കണേ തമ്പുരാനെ, പ്രപഞ്ച സൃഷ്ടാവേ, ദൈവം തമ്പുരാനെ, പടച്ചോനെ, ഉള്ളിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞോ കഴിച്ചടയപ്പെടും. ഇന്നത്തെ കാലഘട്ടം എല്ലാവരും ജീവൻ എടുക്കാൻ ഇങ്ങനെ മത്സരിച്ചോണ്ടിരിക്കുക. കുഴപ്പമില്ല, ജീവൻ എങ്ങനെ എടുക്കും, പക്ഷെ ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ 10 ദിവസത്തെ മിഷൻ, 10 ദിവസത്തെ മിഷൻ, ദ മിഷൻ ഫോർ 10 days, ജീവൻ കൊടുക്കാനുള്ള മിഷൻ. ഒരു മനുഷ്യന് ജീവൻ കൊടുക്കുക എന്നുള്ളത് അതിന്റെ മുകളിൽ പോകില്ല ലോകത്തിലെ ഒരു ദാനധർമ്മം. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ദാനധർമ്മത്തിന്റെ മുകളിലേക്ക് ലോകത്തിലെ യാതൊരുവിധ ധർമ്മവും പോയില്ല. കൊടുക്കാൻ ശ്രമിക്കേണ്ടത് കഴിയുന്നാവുന്നത്ര താഴെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. പെട്ടെന്ന് കാരണം ഇതിന്റെ പൂർണ്ണമായിട്ട് ഈ പണം എത്തിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ പറയും, പണം എത്തിക്കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഇതിലിടണ്ടെന്നുള്ളത്. കാരണം നമുക്കിത് പൂർത്തീകരിക്കണം മിഷനാണ്, നമുക്കിത് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതൊക്കെ കേട്ടിട്ടു മനസ്സിലൊരു മാറ്റമില്ല, കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ തന്റെ കയ്യിലുള്ള ബംഗ്ലാവുകൾ ആലോചിച്ചിട്ട്, ബിൽഡിങ്ങുകൾ ആലോചിച്ചിട്ട്, വണ്ടികളെ കുറിച്ച് ആലോചിച്ചിട്ട് മുൻപ് മനുഷ്യന്മാരെ ഒന്നേ പറയാനുള്ളൂ, ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു 206 അസ്ഥികളിൽ പൊതിഞ്ഞൊരു ശരീരം എടുത്തു ജീവൻ അങ്ങോട്ട് ശ്വാസം അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ 2 സാധനത്തിന് ഉപകാരപ്പെടും. ഒന്നെങ്കിൽ നമ്മുടെ താഴത്ത് വെക്കുന്ന വിറകുകൾക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന മണ്ണിന് ഉപകാരപ്പെടും. വിറക് കത്തി ഇങ്ങനെ തീരുമ്പോ ആലോചിക്കൂല ഇയാൾ BMW നിന്ന ആളാണെന്നുള്ളത്, ഇയാൾ AC റൂമിൽ കിടന്ന ആളാണെന്ന് ആലോചിക്കില്ല. ശരീരം കൊണ്ടുപോയിട്ട് മണ്ണിൽ വെക്കുമ്പോൾ പുഴു വരും, കുറച്ച് കഴിഞ്ഞാൽ തിന്നാൻ തുടങ്ങും, പച്ചക്കറി തിന്ന് തീർക്കും ശരീരം. ആ സമയത്ത് ആലോചിക്കൂല ഇയാൾ ബിരിയാണിയെ ജീവിതത്തിൽ തിന്നുന്നുള്ളത്, ജ്യൂസാ കുടിച്ചെന്നുള്ളത് ആലോചിക്കില്ല, അത് തിന്നിട്ട് പോവും. അതായത് നിങ്ങൾ ഞാനൊക്കെ ഒരു seconds is enough for us, the minute is enough for us. ഒരു മിനിറ്റോ സെക്കൻഡോ മതി തീർന്നു പോകാൻ. അതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, എന്നെ കൊണ്ട് ഒരു മോള് ജീവിക്കുന്നുണ്ടെന്ന് അന്തസ്സായിട്ട് മരിക്കാൻ പറ്റും. എന്നെ 10,000 രൂപ കൊടുത്തോണ്ട് ഇന്നൊരു കുട്ടി, ഒരു റിസ്വ മോള് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്, റിസ്വ എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം, എന്റെയും ഉത്തരവാദിത്തം. 10 ദിവസം ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം നമുക്ക് നമ്മളെ തെളിയിക്കാനുള്ളതാ, നമ്മളെ മോക്ക് വേണ്ടിയിട്ടുള്ളതാ, നമുക്ക് കൊടുക്കാനുള്ളതാ. ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. ആയിഷ റിസ്വ മറന്നു പോകരുത്, 10 ദിവസം കൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാണ്ടായി പോകരുത്. ഈ 3-1 ദുആ, പ്രാർത്ഥന നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ചെയ്യിപ്പിക്കണം. നമ്മളെ മോക്ക് വേണ്ടിയിട്ടുള്ളത്. പഠിച്ചവരെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ആ കുട്ടിയെ, ഇന്ന് കാത്തിരിക്കുക നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിലെ നന്മയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ആ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ചുമതല അത് നിന്റെ കയ്യിൽ, പക്ഷെ അതിനു വേണ്ടിയിട്ട് വഴിയൊരുക്കാനുള്ള ചുമതല ഞങ്ങളിത് ഏറ്റെടുക്കുക. ഞങ്ങളെ നീ അതിനുള്ള ശക്തി തന്നിട്ട്, അതിനുള്ള പ്രാപ്തി തന്നിട്ട് ആക്കിയെടുക്കണേ. ആ മോള പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആലോചിച്ച് നോക്ക്, ഓപ്പറേഷനും കഴിഞ്ഞ് നമുക്ക് കടമൊന്നുമില്ല. എന്നിട്ട് ആ മക്കളെ സ്വീകരിച്ചു പോകുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും കിട്ടുന്ന ആത്മനിർവൃത്തി, മനുഷ്യകുലത്തിൽ പറഞ്ഞതിന്റെ പേരിൽ അഭിമാനിക്കുവരും, അതന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞത് ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്നു എന്നുള്ളത്. ആ ബഹുമാനത്തിലേക്കും ആദരത്തിലേക്ക് എത്താനുള്ള അവസരമായത്. ആഞ്ഞു പിടിക്കുക, കുട്ടികളെ ആഞ്ഞു പിടിക്കുക. നാഞ്ഞു പിടിച്ചാൽ ഒരു ജീവനാണ്. നാളെ എനിക്കോ നിങ്ങൾക്കോ മക്കളെ പിടിച്ചിട്ട് ഈ ഓടേണ്ട അവസ്ഥ വന്നു പോയത്. ദൈവം കാത്തിരക്ഷിക്കട്ടെ. ഈ കുട്ടിയുടെ ഓപ്പറേഷൻ നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് അതിന് നല്ല രീതിയിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും.